അപ്പോ കക്കാടംപൊയിലിന്റെ രണ്ടാമത്തെ ഭാഗം ഉണ്ടായത്. അപ്പൊ ഞാൻ ഇതില് മെനു മൊത്തം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടെന്റ് സ്റ്റേ കാര്യങ്ങള്. ഇത് ഡോം സ്റ്റേ. ഡോം സ്റ്റേക്ക് 12,000 ആട്ടാ. സ്പേസിലൊക്കെ ഉള്ളതാണ്. അത് ഞങ്ങൾ അവിടുന്ന് വന്ന് ഇത് നമ്മളെ സ്റ്റേ. ഇത് നമ്മൾക്ക് ടെന്റ് സ്റ്റേ ആണ്. കക്കാടംപൊയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 4 ആളും 5 ആളും ഒരു ടെന്റിൽ തന്നെ കിടന്നത് കേട്ടാ. അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമ്മ അത് ചെറുതാവും വിചാരിച്ചിട്ട് 2 എടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ നമ്മ സാധനങ്ങൾ വെച്ച് ഒരെണ്ണത്തിൽ നമുക്ക് ഇടുന്നു. ഒരു ദിവസത്തെ പരിപാടിയിലുള്ളൂ. അപ്പൊ പിന്നെ നമ്മ വെള്ളത്തിലൊക്കെ കുളിച്ച ഡ്രസ്സൊക്കെ അതിങ്ങനെ ഉണക്കാട്ടുള്ളതിന്റെ കാണുന്നത്. ഇത് അപ്പുറത്തെ ഫാമിലിയാണ്. നമ്മളപ്പുറത്തെ എടുത്തത്. അപ്പൊ എല്ലാവരും ഫാമിലീസ് തന്നെയാണ്. അപ്പൊ ഫാമിലികളാണ് ഇവിടെ കൂടുതൽ വരുന്നത്. ഇപ്പൊ ബാച്ചിലേഴ്സിന് അധികമില്ല. ഫാമിലിയാണ് വരുന്നത്. ഇവിടെ ഇപ്പൊ തരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയർ ഡാൻസ് ഒക്കെ തുടങ്ങും. ഞങ്ങളുടെ വന്ന് ഫ്രഷായി. ഫ്രഷ് ആവാൻ ഞാൻ പറഞ്ഞല്ലോ, നല്ല ടോയ്ലറ്റ് ഒക്കെയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഇവന്റെ വരുന്നില്ല, അത് തന്നെയാണ് ടോയ്ലറ്റ്. അപ്പൊ അത് വേറെ സ്റ്റേ ഉണ്ടാകാണ്. അത് അധികം ഫാമിലിക്ക് വരുമ്പോൾ അങ്ങനത്തെ വലിയ വീടൊക്കെ എടുത്ത് സ്റ്റേ ചെയ്യാം. ഇവിടെ ഉണ്ടാവും ഫയർ ഡാൻസ് ഒക്കെ ഉള്ളത്. ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് വന്നിട്ടാണ് ഫയർ ഡാൻസ് ഒക്കെ തുടങ്ങുന്നത് പറഞ്ഞത്. ഞങ്ങൾ കുളിച്ച് കണ്ടില്ല, മക്കളൊക്കെ വന്നിട്ട് തണുപ്പുണ്ടായിരുന്നു. തണുപ്പുള്ള കാരണം സെറ്ററൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കുന്ന ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടി എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ പടക്കം സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. താഴത്തുനിന്ന് നല്ല വ്യൂ ആട്ടാ. രാത്രിയായപ്പോ നല്ല സുഖം, നല്ല കോടൊക്കെ വന്നു. പിന്നെ ടെന്റിന്റെ ഉള്ളില് ഒരു ഫാനും ലൈറ്റും അങ്ങനത്തെ സെറ്റപ്പുള്ള, പിന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചെടി കണ്ട ഇവിടെ തന്നെ ഉണ്ടാവണം തോന്നുന്നുണ്ട്. വൈകിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. രാത്രി ആ വെളിച്ചവും. ഞങ്ങള് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഫുഡായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. അൺലിമിറ്റഡ് ആണ്. ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, പിന്നെ കപ്പ, മത്തി ഒക്കെ. അങ്ങനെ ഞങ്ങള് അതൊക്കെ കഴിച്ച് നേരെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഫയർ ഡാൻസ് ശരിയായിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇവരെ വണ്ടിയിലില്ല, നമ്മളങ്ങോട്ട് കൊണ്ടുവരുന്നത്. നമ്മളെ വണ്ടിയാണെങ്കിൽ നമ്മളെ വണ്ടി ഉപയോഗിക്കാം. ഇവരെ വണ്ടിയിൽ നമ്മൾ പോയി വന്നത്. അപ്പൊ ഒരു ട്രിപ്പ് വന്നപ്പോൾ നമ്മൾ ലാസ്റ്റിലായി. നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടെ ഫയർ ഡാൻസ് ഒക്കെ തുടങ്ങി. അപ്പൊ കോപ്പിറൈറ്റ് ഉള്ള കാരണം പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ഫാമിലീസും വന്ന്. ഫാമിലീസ് ഒന്നും കുഴപ്പമൊന്നുണ്ടായില്ല. എല്ലാരും അവിടെ നമ്മളെല്ലാരും നല്ല കമ്പനി ആയതുകൊണ്ട് എല്ലാരും ഡാൻസ് ഒക്കെ ആയിരുന്നു. അത്യാവശ്യം പ്രൈസ് ഒക്കെ ഉണ്ട്. പിന്നെ ബാച്ചിലേഴ്സ് വന്നിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. ബാച്ചിലേഴ്സിന് കുറ്റം പറയല്ല, ഫാമിലീസിന് ആകുമ്പോൾ അവരുടേതായ ഒരു പ്രൈവസി കാണുമല്ലോ. അങ്ങനെ അപ്പൊ ഇതെല്ലാം ഫാമിലീസാണ് ഡാൻസ് കളിക്കുന്നത്. നമ്മളവിടെ ഇരുന്ന് അപ്പൊ നല്ല തണുപ്പിന്റെ ഇടയിൽ തീയും കൂടെ ആയിട്ട് നല്ല സുഖമുണ്ടായിരുന്നു. ചൂടൊക്കെ അടിക്കുമ്പോഴും നല്ല വൈബായിരുന്നു. എന്തായാലും പറ്റുന്നവരൊക്കെ അവിടെ പോവുക, എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല മൂടാണ്. അപ്പൊ ഇതില് കണ്ടിന്യൂസ് ആയിട്ട് പാട്ടുകളുണ്ട്. പാട്ട് നമുക്ക് ഇടാൻ പറ്റാത്ത കാരണം ഞാനിത് മ്യൂട്ട് ചെയ്തല്ലേ കിട്ടാം. നമ്മളെ മൂത്ത മോന്റെ പ്രകടനം കാണുന്നത് ചെറിയ ആളുണ്ട് കിട്ടാം. അദ്നാനാഷിക്ക്, അഹിയാനാഷിക്ക്, അസുവാനാഷിക്ക് കിട്ടാം മക്കളെ പേര്. അങ്ങനെ എല്ലാരും നല്ല രസമായിരുന്നു. എല്ലാരും ഒന്നുമില്ല. പിന്നെ തമിഴ്നാട് സ്വദേശികളൊക്കെ ഉണ്ട് അവിടെ കൂടുതലായിട്ടും ഞാൻ കണ്ടത്. തമിഴ്നാട്, കർണാടക സ്വദേശികളൊക്കെയാണ്. മലയാളീസ് ഉണ്ട്, പക്ഷെ കൂടുതലും തമിഴ്നാടാണ്. എല്ലാരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഇതിന് ശേഷം വേറെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഭക്ഷണം കാര്യമൊക്കെ കഴിച്ചു വന്ന കാരണം പിന്നെ ഫയർ ഡാൻസ് ആണ്. ഫയർ ഡാൻസ് കുറച്ചു നേരം കണ്ട് കണ്ടിന്യൂസ് ആയി കാണാം. പിന്നെ അവർക്ക് പാട്ട് പാടാനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ കണ്ട ജഗ്ഗിൽ വെള്ളം വെച്ചുള്ള നമുക്ക് ഫയർ ഡാൻസ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പോകുമ്പോൾ ചൂടുവെള്ളം അവരാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ജഗ് വെള്ളമൊക്കെ എടുത്ത് നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ടെന്റ് വന്ന് നേരം വെളുത്ത് നമ്മളെ എളിയ സന്തതിയുടെ വികൃതികളായിട്ടാ കാണുന്നത്. ഞങ്ങൾ തണുപ്പത്ത് മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് സ്വെറ്ററൊക്കെ ഇട്ട് ഉഷാറായിട്ട് ഇരിക്കുകയാണ്. രാവിലെ ആയപ്പോ കുറച്ച് വെയിലൊക്കെ വന്നപ്പോ ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് പിന്നെ ചെറിയ ട്രക്കിംഗ് ഉണ്ട്. ഒരു 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ നടക്കാനുള്ളത്. അപ്പൊ ആ ട്രക്കിംഗ് നമുക്ക് നാളെ കാണാം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ